ഹലോ ഗൈസ്, ഞാൻ ഈ ചാനലിൽ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല കേട്ടോ. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിച്ചു. ഞാൻ ബഹ്റൈനിലായതുകൊണ്ട് എനിക്കൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാൻ കുറച്ച് ദിവസത്തിന് ഒരു 4 മാസത്തിന് ഞാൻ പുറത്ത് പോയിക്കാൻ കേട്ടോ. YT പുറത്ത് പോയി ബിൽഡിങ്ങൊക്കെ എടുത്തപ്പോൾ ബിൽഡിങ്ങിൽ 4 മാസമായിട്ട് ഇപ്പോൾ ടി വി ഇല്ലാതെ ഞാൻ അങ്ങനെ കുത്തിരിക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്ന് പോകാൻ ഞാൻ ഇതുവരെ ബ്രേക്കിംഗ് ന്യൂസൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ, ഞാൻ എപ്പോൾ നോക്കിയാലും രാവിലെ നീച്ചാൽ ടി വിയിലാണ് വന്ന് നോക്കുന്നത്. ഞാൻ കുറേ ദിവസമായിട്ട് ബ്രേക്കിംഗ് ന്യൂസൊന്നും നോക്കിയിട്ടില്ല. നമുക്കെന്തായാലും ഒന്ന് നോക്കണം. പക്ഷെ ഞാൻ എന്തായാലും ടി വി ഒന്ന് ഓണാക്കട്ടെ, സ്വിച്ച് നിൽക്കട്ടെ. ടി വി ഓണാവാൻ നിൽക്കാം കേട്ടോ. ബ്രേക്കിംഗ് ന്യൂസ്. ഇന്നലെ രാത്രി 12 മണിക്കാണ് സിറ്റിയിൽ ഗോഡ്സില്ല ഇറങ്ങിയിരിക്കുന്നത്. പണ്ട് ഫ്രാങ്ക്ലിൻ കൊന്ന ഗോഡ്സില്ല അല്ല എന്നാണ് തോന്നുന്നു. ബ്രേക്കിംഗ് ന്യൂസ്. എന്തു ഗോഡ്സില്ല ഇറങ്ങിയിരിക്കണെന്നോ? പടച്ചോനെ, ഞാൻ 1 മാസം മുമ്പ് അടിച്ചിട്ട ഗോഡ്സില്ല അല്ലത്. ഇത് പവർഫുൾ ഗോഡ്സില്ലയാണ്. ഈ പണി പാളി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കണ്ടന്റ് ഗോഡ്സില്ലാൻ്റെ ആണെന്ന്. പക്ഷെ ഇതിൽ ലോങ് ടൈമാണ്. മീൻസ് എൻ്റെ കൂട്ടുകാരനൊക്കെ ദുബായി പോയി. എല്ലാ കൂട്ടുകാരും ദുബായി പോയി. ഞാൻ എവിടെ പോയി ഗണ്ണും ഇതൊക്കെ ഒപ്പിക്കാനാണ്. എൻ്റെ കയ്യിൽ ആകെ എന്താ പണ്ട് ആ ഗോഡ്സില്ലാനെ കൊന്ന ഗണ്ണുണ്ട്. അതാണെങ്കിൽ ആകെ പൊടി മുറിച്ചെടുക്കണം, വർക്ക് ചെയ്യണില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? നമ്മക്ക് എന്തായാലും ഒന്ന് പോലീസ് സ്റ്റേഷനിലൊന്ന് പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. എന്തൊരു മിന്നായമാതിരി കണ്ടേ. ഞാൻ പിന്നെയും കണ്ടു എന്തൊരു വലിയ സാധനം. നമ്മൾ ഇവിടുത്തെ ബിൽഡിങ്ങിനെക്കാട്ടിൽ 2 ഇരട്ടി വലിപ്പുണ്ട്. ഇവിടെ പോലീസുകാരന് സാറേ നമ്മുടെ സിറ്റിയിൽ ഗോഡ്സില്ല ഇറങ്ങിയിരിക്കണ്. സാറൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ നാട് വിടേണ്ടതാണ്. ഇത് സാധാ ഗോഡ്സില്ല, പവർഫുൾ ഗോഡ്സില്ല. സാറേ, എനിക്ക് നാട് വിടാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ YT സിറ്റി പോയി നാട് വിട്ട് വരാണ്. അവിടെയാണ് ഒടുക്കത്തെ ചൂടാണ്. ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പല്ലേ. ഞാൻ എന്തായാലും പോവാം. ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഇയാൾ പറയും നാട് വിടാൻ. 3D സിറ്റിനെ വിട്ടിട്ട് ഒരു കളിയും ഇല്ല കേട്ടോ. അല്ല പിന്നെ 3D സിറ്റിനെ വിട്ടിട്ട് ഒരു കളിയില്ല. ജീവൻ കിട്ടണമെങ്കിൽ രക്ഷപ്പെട്ടോ ലംബോറിക്കാരനാ. നമുക്കെന്തായാലും ഇവിടെ നിന്ന് നമുക്കെന്തായാലും ഒരു ആമുനേഷനിൽ പോകണം. ആമുനേഷൻ എവിടെയാണോ അറിയോ? ഈ 3D സിറ്റിയിലെ ആമുനേഷന് വളരെ ദൂരത്തിലാണ്. 3D സിറ്റി നല്ല വലിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ വരെ എത്താണ് ഈ ഗോഡ്സിൽ നമ്മളെന്തായാലും പിടിക്കുക. അപ്പം എന്തായാലും YT സിറ്റിയിൽ തന്നെ പോകേണ്ടി വരും. ഇവിടെയാണ് ഈ ഗോഡ്സില്ല ആ വീടിൻ്റെ അവിടെ, നമ്മളെ പ്രൈവറ്റ് ഹൗസിൻ്റെ അവിടെ അതൊക്കെ ഇനി പൊളിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഒരു ചവിട്ടിന് ഞാൻ ചമ്മന്തിയിൽ മുളക് ഇട്ട മാതിരി അത് തിന്നു. എൻ്റെ വായിൽ നിന്ന് എന്തോ തുപ്പന് വരുത്തെന്തോ സാധനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അലറി ഇങ്ങനെ വരും. 2 അടിയും കിട്ട ഒറ്റയടിക്കാണ് പോവും, മേലേക്ക് പോവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? കമൻറ്റ് ചെയ്യുക. ഇവനെ കൊല്ലെങ്കിൽ നമുക്ക് ലൈക്ക് എടുത്താൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളെന്തായാലും YT സിറ്റിയിലെത്തിയിട്ടുണ്ട്. ട്രെയിനിലൊക്കെ ആണെങ്കിൽ വന്ന് 1 മണിക്കൂറൊക്കെ എടുത്തിനി. ഇവിടെ എവിടെയാണ് കേട്ടോ നമ്മളെ ആമുനേഷൻ. ഞാൻ അതിന് മുമ്പ് വന്നിനി. അത് ഒരു 10 കൊല്ലം മുമ്പാണ്. എന്താ ഡിഫൻഡർ, പുതിയ ഡിഫൻഡറാണ്. പെയിൻ്റ് അടിക്കാൻ വെച്ച ഡിഫൻഡറാണ്. പൊടിഞ്ഞകളാ, കുഴപ്പമില്ല. നമുക്കെന്തായാലും പുതിയതൊന്ന് വാങ്ങാമല്ലോ. പിന്നെ നമ്മളെ സോംബി വീഡിയോ കാണാത്തൊരു മറക്കാതെ കാണാട്ടോ. നമ്മൾ ഇട്ടിട്ടുണ്ട്. സെപ്റ്റംബറിലാണ് ഇടാൻ പറഞ്ഞത്. പക്ഷെ എൻ്റെ പണി പെട്ടെന്നൊക്കെ തീർന്ന് കുറേ ജൂലൈ 30 എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 16 ഇട്ടോ. നമുക്കെന്തായാലും 3D സിറ്റിയിൽ അത്യാവശ്യമായിട്ട് നമുക്ക് പോവേണ്ടിയുണ്ട്. കാരണം ഗോഡ്സില്ലാണ്. ഇതാണല്ലേ ആമുനേഷൻ. ഞാൻ എന്തായാലും ഒറ്റ തള്ളിന് ആ ഡോറാണ് അടിച്ചിട്ടുണ്ട്. ഭയങ്കര എൻ്റെ വണ്ടിക്ക് ബിൽഡ് ക്വാളിറ്റി കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെ വണ്ടി ഗോഡ്സില്ല ചവിട്ടിയാടൊന്നും പോലില്ല. പക്ഷെ ഡൈനോസർ ചവിട്ടിയാൽ ചില്ലൊന്നും പൊട്ടും. ചില്ല് ബുള്ളറ്റ് പ്രൂഫ് ആക്കിയാലും വലിയ ഇതാവും. നമുക്കെന്തായാലും ആമുനേഷനിലൊന്ന് കയറിയിട്ട് കാണാം.
സാമുനേഷനിൽ കയറിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു നമ്മളന്ന് ഒരു ഈ പിന്നെ ഡോറ് തുറന്ന നമ്മളന്നൊരു മിനി ഗണ്ണ് വാങ്ങി, മിനി ഗണ്ണല്ല, നമ്മളെ മെഷീൻ ഗണ്ണ് വാങ്ങിയില്ലേ, അതാ ഞാൻ ഇവിടെ കൊടുത്തിനി. അത് തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാം കേടാണ് കേട്ടോ. നമുക്കെന്തായാലും നമുക്ക് ഈ ഗണ്ണൊക്കെ ശരിയാക്കാൻ കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ എനിക്ക് മെഷീൻ ഗണ്ണ് കിട്ടി, നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ബോംബൊന്നും ബോംബൊന്നും പൊട്ടൂല. അതൊക്കെ ശരിയാക്കണം. അഥവാ അത് പൊട്ടിയാൽ ഞാൻ പൊട്ടും. പിന്നെ ആൾക്കാർ വന്ന് എൻ്റെ നെഞ്ചത്തും പൊട്ടും. പിന്നെ ഫുള്ളും തീരുമാനമായിട്ടുണ്ട്. ബാക്കി പറയാനല്ല കത്തം. ഓക്കെ, നമുക്കെന്തായാലും നമുക്ക് 3D സിറ്റിയിൽ പോവാട്ടോ. ഈ വഴിയില്ലേ, ആ വഴിയില്ലേ, നമ്മളെന്തായാലും ഓഫ് റോഡ് കയറാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഏത് കാറിലാണോ തുടങ്ങേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ കുറേ ദിവസമായിട്ട് നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മളെ ചിലപ്പോൾ ഞാൻ ലൈവ് ക്രിയേറ്റ് ആക്കും. ചിലപ്പോൾ ഞാൻ ക്രിയേറ്റ് ആക്കും. ഞാൻ വെരിഫൈ ഒക്കെ ചെയ്ത്, വെരിഫൈ അല്ല, എനിക്കെന്താ പറയേണ്ട അറിയില്ല കേട്ടോ, സോറി. നമ്മളെന്തായാലും 3D സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അതിന് മുമ്പേ ടീഷർട്ട് അടിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഓർമ്മ വന്നേ, ഈ വണ്ടി ഫുൾ ഡ്രിഫ്റ്റാണ്. നമുക്കെന്തായാലും ഈ വണ്ടി മോഡിഫൈ ചെയ്യണം കേട്ടോ. ബിക്കോസ് നമുക്ക് ഗോഡ്സില്ലാതെ നേരിടാൻ നമുക്ക് കാർ എന്തെങ്കിലും വേണം. നമുക്ക് ചിലപ്പോൾ ഇത് ചവിട്ടി പൊളിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൽ അൺലിമിറ്റഡ് പെട്രോൾ ഡീസലാക്കണം. പിന്നെ നല്ല ബില്ല് ക്വാളിറ്റി അതേമാതിരി ആക്കണം. പിന്നെ എല്ലാം നമുക്ക് കൊടുക്കണം. ആദ്യം ഡീസലൊന്നും അടിക്കട്ടെ. ഡീസൽ അടിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും വണ്ടി കയറിയിട്ട് നമുക്ക് വണ്ടി കയറിയിട്ട് പോവാട്ടോ. നമുക്കെന്തായാലും ഒരു വർക്ക്ഷോപ്പിലൊന്ന് പോകണം. നമ്മളെ പഴയൊരു വർക്ക്ഷോപ്പ് ഉണ്ട് ഗൈസ്. ഫ്രാങ്ക്ലിന് പഴയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഇതാണ് ആ വർക്ക്ഷോപ്പ്. എൻ്റെ പഴയ വർക്ക്ഷോപ്പ് ഞാൻ എൻ്റെ കൂട്ടാനൊക്കെ വരും. അപ്പോൾ ദുബായി പോയുണ്ട്. എല്ലാ ആൾക്കാരും ദുബായിൽ ട്രിപ്പായിട്ട് പോയി ബുർജ് ഖലീഫ കാണാനാണ് പോയത്. ഇവർക്കൊക്കെ ബുർജ് ഖലീഫ ആണെങ്കിൽ എൻ്റെ കൂടെ പോയി ഇങ്ങിട്ടിട്ട് പോയി ചെയ്താമാർ. ഓക്കെ, നമുക്കെന്തായാലും എൻ്റെ സ്പാനറും ഇതൊക്കെ എവിടെയാണോ അറിയില്ല. എല്ലാം തിന്നോ പോലി അറിയില്ല. എന്തും തിന്നും. എന്നാലും പാനിപ്പൂരി വാങ്ങിച്ചിട്ടില്ലേ, പാനിപ്പൂരി വാങ്ങിച്ചിട്ടേ അത് പൊട്ടിച്ച് എന്താ വെള്ളം കുടിച്ചിട്ട് തിന്നതാണ് ഓന്. സ്പാനറൊക്കെ കിട്ടി. ഞാൻ എന്തായാലും ഇതൊക്കെ വണ്ടി അപ്ഗ്രേഡ് ചെയ്തിട്ട് കാണാം. അപ്പോൾ വണ്ടി കണ്ട് സൂപ്പറല്ലേ. 1 മണിക്കൂർ എടുത്തിട്ടോ ഞാൻ അതൊക്കെ ചെയ്യാൻ. പെയിൻ്റ് അടിക്കാൻ ഒരു 30 മിനിറ്റ്. ടയർ ചേഞ്ച് ചെയ്യാൻ മൊത്തം വന്നേക്കണ ടയർ ചേഞ്ച് ചെയ്യാൻ മൊത്തം ഒരു 40 മിനിറ്റ് വന്നു. അപ്പോൾ മൊത്തം കൂട്ടി നോക്കുമ്പോൾ 50 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. 50 ആണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ 1 മണിക്കൂറാണ് പറയുന്നത്. നമുക്കെന്തായാലും നമുക്ക് ഗണ്ണൊന്ന് ഇതാക്കാൻ പോകണം. ഗണ്ണൊക്കെ ആക്കാനൊന്ന് പോകണം. ബില്ല് ക്വാളിറ്റി ഞാൻ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഡീസൽ ഞാൻ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗണ്ണ് ശരിയാക്കാൻ പോകണം. നമുക്കെന്തായാലും YT സിറ്റിയിലൊന്ന് പോകേണ്ടി വരും പിന്നെയും. കാരണം ഗണ്ണ് ശരിയാക്കണമെങ്കിൽ YT സിറ്റിയിൽ മാത്രമേ. ഇവിടെയാണെങ്കിൽ ഒരു എമുനേഷനും ഇല്ല എന്നല്ല, കുറേ ദൂരത്താണ്. കുറേ ദൂരം കഴിഞ്ഞാൽ കുറേ എമുനേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും അവിടെ വരെ പോയാൽ എന്തായാലും ഞാൻ പിടിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പം എന്തായാലും YT സിറ്റിയിൽ പോയാലേ പറ്റൂ. അതുവരെ നമുക്ക് ഇങ്ങനെ ഓരോ കുഞ്ഞു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. കുഞ്ഞു വർത്താൻ പറയാനൊന്നുമില്ല. നമ്മൾ YT സിറ്റിയിലെത്തി, അതാണ് കുഞ്ഞു വർത്താനം. ഓക്കെ, YT സിറ്റി ഫേമസ് ആണ് കേട്ടോ 3D സിറ്റിയിൽ. പക്ഷെ 3D സിറ്റീൻ്റെ എത്ര പേരെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ എവിടെയാണ് ആമുനേഷന്, ഇവിടെ എവിടെ വണ്ടിയിരി ഞാനൊക്കെ കൂട്ടാറുള്ളത്. ഇവിടെ ഇതാണ് ആമുനേഷൻ ശരിയാക്കണത്. അയ്യോ, ഡോറൊക്കെ പോയി. ഞാൻ എന്തായാലും നമുക്കെന്തായാലും പുതിയ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ, അതൊക്കെ അപ്ഗ്രേഡ് കുറച്ചും കൂടി. ഡോറ് ഞാൻ മാറ്റാൻ നിൽക്കേന, അപ്പോഴത്തേനാ ചേച്ചി വന്ന് തട്ടിയാ. എന്തായാലും സമാധാനമായി.
സമാധാനമായി. എൻ്റെ ഇതൊക്കെ മാറ്റണമെങ്കിൽ അവിടെ പോലീസുണ്ടായി. നമുക്ക് എന്തായാലും ആംബുലൻസിൽ പോയിട്ട് കാണാനും ആദ്യം വണ്ടി ടോ ട്രക്കിനും ഒന്ന് വിളിച്ച് ശരിയാക്കാൻ കൊടുക്കണം. അപ്പോൾ നമ്മളെന്തായാലും ടോ ട്രക്കിൽ വിളിച്ചോ. നമ്മൾ ആംബുലൻസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് അപ്പോൾ നമുക്ക് ഡോറൊക്കെ ഡോറിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല സൂപ്പറായത്. ഡോറിൻ്റെ ബിൽഡ് ക്വാളിറ്റി ചെയ്യാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തത്. ഗോഡ്സില്ലാനെ കൊല്ലാനല്ലേ, അതൊക്കെ വണ്ടി വരും. നമുക്കെന്തായാലും ആംബുലൻസിൽ പോയിട്ട് വരാം. ഗൈസ് നമ്മളെന്തായാലും ഗണ്ണൊക്കെ റെഡി ആയിട്ട് വന്നിട്ട് നമ്മളെ ഡിഫൻഡർ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇനി ഇതിൻ്റെ ഒരു ഡോർ കൂടി പൊളിഞ്ഞാൽ ചേച്ചിക്കൊക്കെ മസിലുള്ള ചേച്ചിയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും മസിലുണ്ട്, പിന്നെ എനിക്കും മസിലുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും 3D സിറ്റിയിലൊന്ന് പോവാം. അപ്പോൾ നമുക്കെന്തായാലും 3D സിറ്റിയിൽ എത്തിയിട്ട് കാണാം. ഇങ്ങോട്ടൊക്കെ ഗോഡ്സില്ല വരുമോ അറിയില്ല, വന്നാൽ നമ്മൾ കത്തമ്മ. പിന്നെ ഒരു ലോങ് ടൈം വീടാണ്, 11 മിനിറ്റൊന്നും അല്ല, അതും ചിലപ്പോൾ 30 മിനിറ്റിൻ്റെ മേലെ പോവാൻ സാധ്യതയുണ്ട്. കാരണം വീഡിയോ ഗോഡ്സില്ലാനെ കൊല്ലാനായിട്ടില്ല, കുറേ മിനിറ്റും ഇനിയും എനിക്ക് 10-15 മിനിറ്റൊക്കെ ഉണ്ടാവും ഗോഡ്സില്ലാനെ കൊല്ലാൻ ചിലപ്പോൾ. നമ്മളെന്തായാലും 3D സിറ്റിയിൽ എത്താനായിട്ടുണ്ട്. അതുവരെ നമുക്ക് പറഞ്ഞെടുക്കാം കേട്ടോ എന്തെങ്കിലും. പിന്നെ നിങ്ങളെ പേരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, പേര് കമൻറ്റ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ ഒന്ന് ലൈവ് ചാറ്റൊക്കെ വരും, ചിലപ്പോൾ ഓക്കെ ലൈവ് വരും. എനിക്കറിയാൻ പറ്റില്ല, 24 hour വെയിറ്റ് ചെയ്താലേ റെഡി ആവുമെന്നാണ് ഓല് പറയണത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 3D സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മക്കെന്താ ഒരു മിനിറ്റ്, ഇതാരാ മോനെ? ഗോഡ്സില്ലല്ലോ ഇത്. ഗോഡ്സില്ല നമ്മളെ തിരക്കി പോവാണെന്നാണ് തോന്നുന്നത്. അവിടെ അടുത്തായിട്ട് ട്രെയിൻ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ട്രെയിനെ അറ്റാക്ക് ചെയ്ത് പോവാന്ന് കള്ളൻ. അപ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ള സമയമായിന്നാ തോന്നുന്നത്. അയ്യോ ട്രെയിൻ ഇവിടെ ട്രെയിൻ വന്ന് ഞാൻ കരുതി നമ്മളെ വണ്ടി മേടിച്ചിട്ടാ. ഇപ്പോൾ ഞാൻ പേടിച്ച ജംപ് സ്കെയറൊക്കെ വന്നിട്ടോ എൻ്റെ ഹാർട്ടിൽ. നമുക്കെന്തായാലും ഗോഡ്സില്ല ഇപ്പം എവിടെ ഉണ്ട്. നമുക്കെന്തായാലും ആ പ്രൈവറ്റ് ഹൗസിലാണ് പോവേണ്ടത്. ബിക്കോസ് ഇവന് ഈ പ്രൈവറ്റ് ഹൗസിൻ്റെ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ന തിരക്കായിക്കാരം. നമുക്കെന്തായാലും നമുക്കൊന്ന് പ്രൈവറ്റ് ഹൗസിലൊന്ന് പോവാം. വില്ലേജിൻ്റെ അടുത്താട്ടോ നമ്മൾ പ്രൈവറ്റ് ഹൗസ്. കാരണം അവനവിടെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. മോനെ അവനവിടെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കാട്ടോ. നമുക്ക് അവനെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തോക്ക് ഞാൻ ഒന്ന് വർക്ക് ചെയ്യാൻ നോക്കട്ടെ. നമുക്കെന്തായാലും നമ്മളെ തോക്കൊന്ന് വർക്ക് ചെയ്യുക അറിയില്ല. ഇത് വർക്ക് ചെയ്യണില്ലേ? അയ്യോ പിസ്റ്റലും നോക്കട്ടെ, പിസ്റ്റല് ഇതും വർക്ക് ചെയ്യണില്ല. ഇത് AK-47 അല്ലേ? പെട്ടു തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും 40 മിനിറ്റിന് മേലെ പോകും, ചിലപ്പോൾ 1 മണിക്കൂറായിക്കാരം ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ഭയങ്കര കൂടുതലായിക്കാരം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തായാലും പ്രൈവറ്റ് ഹൗസിലൊന്ന് പോകണ്ട. കാരണം ആ ചില്ലിൽ കൂടെ നമ്മളെ കാണും. നമ്മളിപ്പോൾ നമ്മളെ നോർമൽ ഹൗസിൽ പോകണത് തന്നെയാണ് നല്ലത്. കാരണം അവിടെ കൂടുതൽ ചില്ലൊന്നുമില്ല. ആ ഗോഡ്സില്ലാക്ക് നല്ല ബുദ്ധിയല്ലേ? കമൻറ്റ് ചെയ്യട്ടോ, ഗോഡ്സില്ലാക്ക് നല്ല ബുദ്ധിയാണ്. കമൻറ്റ് ബുദ്ധിയാണ് കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. ആ ചെയ്താൻ്റെ ബുദ്ധിയെല്ലാം പോട്ടെ സ്വാഹ പോട്ടെ, ബുദ്ധി പോട്ടെ സ്വാഹ. നമുക്കെന്തായാലും ആദ്യം അവിടെ വണ്ടി ഒന്ന് നിർത്തട്ടോ, നമുക്ക് ചിന്തിക്കണം. ഞാൻ എന്തായാലും ആദ്യം കുപ്പായൊക്കെ ഊരിയിട്ട് ജിമ്മിന്ന് ചിന്തിക്കാതെ നല്ലത്. നമുക്ക് കുറച്ച് പവർ കൊണ്ട് വാടിക്കാം. നമുക്കൊരു ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് മസിലൊക്കെ എടുത്ത് ഓട്ടോഗ്രാഫൊക്കെ ഇടാം. അഥവാ നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ചമ്മന്തി ആവും. പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്തായാലും ഡ്രസ്സ് ഊരിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജിമ്മിൽ പോയിട്ട് നമ്മളെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹൗസ് പ്രൈവറ്റ് ഹൗസാണ്. പിന്നെ ഞാൻ ഇതാക്കി, കാരണം ഇവിടെ ജിമ്മുണ്ട്. ഈ പ്രൈവറ്റ് ഹൗസിനൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ജിമ്മിൽ തന്നെ. നമുക്ക് എന്തായാലും ഇതിലിങ്ങനെ വർക്കൗട്ട് സാധാരണ ഞാൻ ഇതിലാണ് കേട്ടോ വർക്കൗട്ട് ചെയ്യണേ. എന്തായിക്കാരം ഇപ്പോൾ ഒരു പ്ലാന്? ഞാൻ അങ്ങനെ ഒരു 10-15 മിനിറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ തേരാ വരാൻ കാര്യമില്ല ഫ്രാങ്ക്ലിനെ, ബുദ്ധി വേണം.
ഓക്കെ ബുദ്ധിയില്ലെന്നാണ് ചെക്കൻ പറയണേ. അല്ല എന്താ ഞാൻ കരുതി ഗോഡ്സില്ലാൻ്റെ തലയാണെന്ന്. ഞാൻ പെട്ടെന്ന് ഗോഡ്സില്ലാൻ്റെ തലയാണ് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം വന്ന് ഗോഡ്സില്ല സൈറൻ ഹെഡ് ആയോന്ന് എൻ്റെ മനസ്സിൽ ഒരു വന്ന്. അപ്പം എന്തായാലും നമുക്ക് ചിന്തിക്കാം എന്താ പോയി നമുക്ക് പുറത്ത് പോയാലേ വഴിയൊക്കെ കിട്ടും. ഇങ്ങനെ തേരാപ്പാറ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗൈസ്. പുലിയണ്ണ എന്തെങ്കിലും വഴി ഉണ്ടോ? അത് പോസ്റ്ററാണല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ ഒന്ന് പൊട്ടനാണ് ഗൈസ്. അയ്യോ ഫ്രാങ്ക്ലിനെ ഇറങ്ങ് ഫ്രാങ്ക്ലിനെ ഇറങ്ങിക്ക. ഈ വേസ്റ്റ് പിന്നെ പോൾ കയറി എൻ്റെ അമ്മച്ചിയെ ഗൈസ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. എയർപോർട്ടിൽ പോയാൽ എന്താ ഉണ്ടാവുക? എയർപോർട്ടിൽ പോയി നോക്കണ്ട, നമുക്ക് എയർപോർട്ടിൽ ഒന്ന് പോയി നോക്കണ്ട. നമുക്ക് എന്തായാലും ന്യൂസ് ഒന്ന് വെച്ച് നോക്കട്ടെ. ന്യൂസ് അല്ലി വേണ്ട, ഈ നേരത്താണ് ന്യൂസ് വെക്കണേ. ഞാൻ ഡ്രസ്സ് മാറ്റി വരട്ടെ. യെസ് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. നമുക്കെന്തായാലും പുറത്തേക്കൊക്കെ പോകണം. പുറത്തേക്ക് അഥവാ നമുക്ക് ഭാഗ്യമില്ലെങ്കിൽ നമ്മളെ ഗോഡ്സില്ലാക്ക് തിന്നാനേ സാമ്പാർ വേണം. ആ സാമ്പാർ ആരെയാക്കും? നമ്മളെ തല സാമ്പാർ ആരെയാക്കും? ചോര വള്ളം മാരിയാക്കും. നമ്മളെ വണ്ടി പിന്നെ പറയണ്ട, വണ്ടി പിന്നെ സൈക്കിൾ മാരിയാക്കും കേട്ടോ. ഒരു ചവിട്ട് കിട്ടിയാൽ നമ്മളെ വണ്ടി തീർച്ചു പോകും. പക്ഷെ ബിൽഡ് ക്വാളിറ്റി ഇല്ലാണ്ട് ഒരു 2 ചവിട്ടും കൂടി ഇട്ടുണ്ടാവും. നമുക്കെന്തായാലും അയ്യോ തട്ടല്ലേ. ഡോറ് പിന്നെയും ജാമായി. ഞാൻ ഇപ്പലോട് പറഞ്ഞതാ. നമുക്കെന്തായാലും വില്ലേജിലൊന്ന് പോവാ. ഇവിടെ നമുക്കെന്തായാലും പാർക്ക് ചെയ്തിടാം. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിടാം നമ്മളെ കാറ്. ഗൈസ് ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോത്തിന് ഞാൻ ഇവിടെ വന്ന് ഗൈസ് ബാക്കിൽ എന്താ നീലാണ്. അയ്യോ ഗോഡ്സില്ല നമ്മളെ കണ്ട്. ഞാൻ പെട്ടെന്ന് സൂപ്പർമാനെ അവിടെ ചെന്നിട്ട് എനിക്ക് ബോധമില്ലാതെ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ വന്നിരിക്കണേ. എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തോ പവർ കിട്ടി തോന്നുന്നു, സൂപ്പർ പവർ. നമുക്ക് ഇത് ഞാൻ പഠിച്ചിട്ടില്ല. നമുക്കെന്തായാലും ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മളെ വീട്ടിൽ പോകാട്ടോ. നമുക്കെന്തായാലും വീട്ടിൽ പോയിട്ടൊന്ന് പഠിക്കണം. നമ്മളെ ഗോഡ്സില്ല എപ്പോഴും നമ്മളെ ഫോളോ ചെയ്തെടുക്കാൻ. നമ്മളെ വീട് എന്തായാലും ഗോഡ്സില്ല എനിക്ക് തകർക്കാൻ വയ്ക്കില്ല. പ്രൈവറ്റ് ഹൗസ് ഈ വീട് എന്തായാലും തകരും. നമുക്കെന്തായാലും പ്രൈവറ്റ് ഹൗസിൽ പോകണതാണ് നല്ലത് ഗൈസ്. ഗോഡ്സില്ല ചവിട്ടിയിട്ടൊന്നും എനിക്കൊന്നും പറ്റുന്നില്ല. എനിക്ക് വേദനയ്ക്ക് പോലും ഉറുമ്പ് അടിച്ചണ വേദന പോലും ഇല്ല. നമുക്കെന്തായാലും വീട്ടിൽ കയറിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇത് മേലെ പോയിട്ടൊന്ന് പഠിക്കാം. ഈ ഗോഡ്സില്ലാൻ്റെ കാല് പാറക്കല്ലാണ്. എൻ്റെ വീടിൻ്റെ ഒരു ചുമര് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാം. ഞാൻ എന്തായാലും പഠിച്ച് കഴിയാനേ കണ്ണിയാ കുറച്ച് സാംസങ് S24 അൾട്രാൻ്റെ മാതിരിയായിരുന്നു സൂം ചെയ്ത്. അപ്പോത്തിന് എന്തൊരു ലേസർ വന്നു. അയ്യോ എൻ്റെ ഗ്ലാസ് പൊട്ടല്ലേ. ഈ നേര് തേങ്ങ ഗോഡ്സില്ല എനിക്ക് വേറെ പണിയില്ല. എനിക്ക് ലോസ് ആഞ്ചലസിൻ്റെ ഫ്രാങ്ക്ലിനെ ഇതാക്കി കൂടെ വേറെ പണിയില്ലേ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അല്ല ഗോഡ്സില്ല. ഞാൻ ഒരു മാസം മുമ്പ് കൊന്ന ഗോഡ്സില്ല നിന്റെ പെണ്ണാനാ. ഇത് ഒടുക്കത്തെ പവറാണല്ലോ. അന്ന് കൊന്നാ മാറിയ ഇത് ഒടുക്കത്തെ പവറാണ്. ഉറുമ്പടിച്ചണ വേദനയല്ല, ഉറുമ്പടിച്ചണ വേദന ഒക്കെ ഉണ്ട്. മറ്റേത് വെടി വെച്ചത് തന്നെ ചത്ത്. നമുക്ക് ഹിമാലയത്തിൽ പോയാൽ എന്നാ തണുത്ത് മരിച്ചവനും ഗോഡ്സില്ല. ഹിമാലയത്തിലൊക്കെ പോയാൽ ഹിമാലയം കുയ്യാവും. അത്രക്കും വെയിറ്റ് ഉണ്ട്. ഞാൻ എന്തായാലും പേരൊക്കെ എങ്ങനെ പോവാ പൊന്തു. എൻ്റെ തല മുട്ടി. അയ്യോ എൻ്റെ തല. നമുക്ക് എന്തായാലും പഠിച്ചിട്ട് കാണാം. ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒന്നുകൂടി ട്രെയിൻ ചെയ്യാനുണ്ട്. എനിക്ക് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ ഒന്ന് ട്രെയിൻ ചെയ്യണമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അപ്പോൾ 19 മിനിറ്റ് ആയിട്ടോ. നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും.
അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസ്ഫുള്ളാവും. നിങ്ങൾ വെറുതെ നിങ്ങൾ നെക്കി നോക്കണ്ട എത്ര മിനിറ്റായി ഞാൻ ഈ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ റെക്കോർഡറാട്ടോ. നമ്മൾ ഇതൊക്കെ മാറ്റിയിട്ട് പുതിയൊരു റെക്കോർഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഞാൻ അടിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും എനിക്ക് ഞാൻ മേലക്കൊക്കെ പോകാൻ കുറച്ച് ഈ ലേസർ ഇപ്പോൾ സാംസങ് ഗാലക്സീൻ്റെ മാതിരി ഇതാവണില്ല. പഴയ സാംസങ് ഗാലക്സീൻ്റെ മാതിരി സൂം ആവണുള്ളൂ. എന്നിട്ട് ലേസർ വരുന്നില്ല. അയ്യോ അയ്യേ കുയി ഞാൻ പറയണില്ല. ഓക്കെ ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കട്ടെ. കിട്ടി ഓക്കെ കിട്ടി. അയ്യോ വേദന, എൻ്റെ കാലൊടിഞ്ഞേ. ചേട്ടാ ഗോഡ്സില്ല വരുന്നുണ്ട്. ചേട്ടനൊന്നും പറ്റില്ലേ? ചേട്ടൻ്റെ തല ഇരുമ്പാണോ? ഇരുമ്പല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയാ, നമ്മളെ ബുള്ളറ്റ് പ്രൂഫിലെ ഇരുമ്പാണ് തോന്നുന്നു. വരുന്നുണ്ടോ? എൻ്റെ തൊള്ളാണ് എന്ത് ഒരു രസമില്ല. അയ്യോ നമുക്കെന്തായാലും ജൂറാസിക് പാർക്കിൽ കൊണ്ടുപോകണം കേട്ടോ. അല്ലെങ്കിൽ ഈ ജൂറാസിക് പാർക്കിൽ ഇതിനെ കൊല്ലാൻ വെക്കും. നമ്മളെ ഈ സിറ്റിയിൽ വന്നിട്ട് വാഴത്തണ്ട് വാരി കിടക്കും. പിന്നെ മൊത്തം നോക്കിയാൽ ഇതൊരു 1000 കിലോനൊക്കെ വരുന്നുണ്ട്. 1000 കിലോനൊക്കെ വേണമെങ്കിൽ ഒരു 100 ആനേനൊക്കെ വലിച്ചു കൊണ്ടിരുന്ന ഒരു പോത്തുമുട്ടിയില്ലേ? പോത്തുമുട്ടി ആനെ കുത്തിട്ട ആ ചൈത്താനൊന്ന് കുത്തിയിടോ. ഇതൊന്നും ഉണ്ടില്ലല്ലോ. അമ്പാന്ന് പറയും ചിലപ്പോൾ. പക്ഷെ ഇത് അതും പറയണില്ല. ഇത് പോത്തുമുട്ടിക്ക് വരെ മനസ്സിലായിട്ടില്ല ഗോഡ്സില്ല എന്താണെന്ന്. എന്താ പട്ടെ, നമുക്ക് എന്തായാലും മേലക്ക് പോയി കൊള്ളണം. മേലക്ക് പോയി കൊല്ല. പിടിച്ചോ നിക്കണം അവിടെ. ഓക്കെ നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഗോഡ്സില്ലാനെ അവസാനം അങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പം എന്നിട്ടോടെ എത്ര ഇഷ്ടപ്പെടില്ലേ? ബൈ.